ഇന്നലെ പുറത്തു വന്ന സർവേ ഫലം എന്താണോ അത് തന്നെയാണ് ഇന്ന് മുംബൈയിൽ ആവർത്തിച്ചിരിക്കുന്നത്. ബി ജെ പിയുടെ വലിയ മുന്നേറ്റം, അതോടൊപ്പം തന്നെ ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ശിവസേനയും തങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അവരോടൊപ്പം നിൽക്കുന്ന ശിവസേനയെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? വളരെ ഗതികെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് പോകുന്നത്. പക്ഷേ ബാൽ താക്കറെയുടെ പിൻഗാമിയായിട്ട് വന്ന രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും ഏതാണ്ട് പിടിച്ചു നിൽക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വിജയമല്ലെങ്കിലും ബി ജെ പിക്ക് ഒരു ചെറിയ വെല്ലുവിളിയെങ്കിലും ഉയർത്താൻ കഴിയുന്നത് ഈ BMCയിൽ മാത്രമാണ്, മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ മാത്രമാണ്. പക്ഷേ മറ്റ് കോർപ്പറേഷനുകളിലെല്ലാം 29 കോർപ്പറേഷനുള്ളതിൽ 20ഉം BJP ആണ് ലീഡ് ചെയ്യുന്നത്. അവിടെ ഒരു വലിയ ശക്തിയായിട്ട് BJP, അതുപോലെ ഷിൻഡെ ഗ്രൂപ്പ് വന്നിരിക്കുന്നു, ഷിൻഡെ സേന. ഇത് കാണിക്കുന്നത് ബാൽ താക്കറെയുടെ യുഗം ഏതാണ്ട് അവസാനിച്ചു, പുത്രന്മാരുടെ ഷൈനിങ് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് എങ്ങനെയാണോ കോർപ്പറേഷൻ BJP പിടിച്ചടക്കിയത്, 4 പതിറ്റാണ്ട് കാലം CPMൻ്റെ കയ്യിലിരുന്ന സ്ഥാനമാണ് പിടിച്ചതെങ്കിൽ ഇവിടെ 3 പതിറ്റാണ്ടായിട്ട് 1995 മുതൽ ഏതാണ്ട് ഈ BMC എന്ന് പറയുന്നത് പൂർണ്ണമായും സേനയുടെ കയ്യിലായിരുന്നു, ബാൽ താക്കറെയുടെ സേനയുടെ കയ്യിലായിരുന്നു. പക്ഷേ സ്പ്ലിറ്റിന് ശേഷം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറേക്കും രാജ് താക്കറേക്കും കാലിടറുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. 68ഓളം സീറ്റുകൾ എണ്ണിയതിൽ 44-ൽ BJP ലീഡ് ചെയ്യുന്നു. ഏതാണ്ട് 23-24 ആണ് ഷിൻഡെ രാജ് താക്കറെ വിഭാഗത്തിന് കിട്ടിയിരിക്കുന്നത്. ഈ മഹാരാഷ്ട്ര നാം പരിശോധിക്കുകയാണെങ്കിൽ BJP എല്ലാ കാലത്തും ശിവസേനയ്ക്ക് പുറകിൽ നിന്ന് ഒരു പാർട്ടിയായിരുന്നു. പക്ഷെ ആ പാർട്ടി ഇപ്പോൾ സംഘടനാപരമായി വലിയ രീതിയിൽ ഗ്രാമങ്ങളിലേക്കും വളരുകയാണോ? അത് മഹാരാഷ്ട്രയിലേക്ക് ഒരു പാർട്ടി മാത്രം നിവർന്നു നിൽക്കാൻ കഴിവുള്ള ഒരു പാർട്ടിയെ BJP മാത്രം ചുരുങ്ങുകയാണോ? വലിയ ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. കാരണം ഇന്ത്യ ശ്രദ്ധിക്കുന്ന ഒരു ചോദ്യമാണിത്. BJP എങ്ങനെ മഹാരാഷ്ട്ര കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. മഹാരാഷ്ട്ര കീഴടക്കി എന്ന് മാത്രമല്ല, ദേവേന്ദ്ര ഫട്നാവിസ് എന്ന് പറഞ്ഞ ഒരു വലിയ നേതാവിനെ കൂടെ അവിടെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഏതാണ്ട് ത്രിമൂർത്തികൾ എന്ന് പറയുന്ന വിധത്തിൽ നരേന്ദ്രമോദി, അമിത്ഷാ, യോഗി കൂട്ടുകെട്ട് നിൽക്കുമ്പോൾ ഈ 3 പേരെ പോലും വിളിക്കാതെയാണ്, അവരുടെ ഇലക്ഷൻ പ്രചരണത്തിന് വിളിക്കാതെയാണ് ഫട്നാവിസ് മഹാരാഷ്ട്രയിൽ മൊത്തം ഈ ഒരു വിക്ടറി നേടിയെന്നുള്ളതാണ്. അപ്പം 4ാമത്തെ അല്ലെങ്കിൽ ഭാവിയുടെ ഏതാണ്ട് 52 വയസ്സുള്ള ഫട്നാവിസ് എന്ന് പറഞ്ഞ ലീഡർ നാളത്തെ BJPയുടെ ഒരു വലിയ ഭാവിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് പോലും വരാൻ കഴിയുന്ന ഒരാളാണ് എന്ന വിധത്തിൽ ഒക്കെ ഇപ്പോൾ നിരീക്ഷകരിൽ നിന്നും അഭിപ്രായങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ മഹാരാഷ്ട്ര ഏതാണ്ട് ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയൊന്നും രാജ് താക്കറെ വിചാരിച്ച പോലല്ല. ബാൽ താക്കറെ യുഗം അവസാനിച്ചിരിക്കുന്നു. അവിടെ മഹാരാഷ്ട്രയുടെ ആളായിട്ട്, BJP എന്ന പാർട്ടിയുടെ ആളായിട്ട്, ശിവജിയുടെ ട്രഡീഷൻ നിലനിർത്താൻ പോകുന്ന ആളായിട്ട് ഒക്കെ ഇപ്പോൾ ഫട്നാവിസ് എന്ന മുഖ്യമന്ത്രി കീഴടക്കിയിരിക്കുന്നു എന്നൊരു പ്രത്യേകതയും കൂടെ ഇവിടെ കാണാൻ. ഉത്തർപ്രദേശിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ 80 സീറ്റുണ്ട്. അതിന് തുല്യമായ തന്നെ ഒരു 48 സീറ്റിലധികം മഹാരാഷ്ട്രയിലുമുണ്ട്. വലിയൊരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവിടെ മെജോറിറ്റി സീറ്റുകൾ പിടിച്ചാൽ ഈ പറഞ്ഞ പോലെ ഉത്തർപ്രദേശും വെസ്റ്റ് ബംഗാളും ബീഹാറും കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഇന്ത്യ പിടിച്ചടക്കിയ ഒരു അവസ്ഥയിലേക്ക്, മധ്യപ്രദേശും ഒക്കെ BJPയുടെ കയ്യിലാണുള്ളത്. ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തന്നെ ഇന്ത്യ പിടിച്ചടക്കിയ ഒരു അവസ്ഥയിലേക്ക് വരാവുന്ന സാഹചര്യമാണ്. അതിൽ മഹാരാഷ്ട്രയാണ് വളരെ നാളുകളായി പിടികൊടുക്കാതിരുന്നത്. ബാൽ താക്കറെയുടെ കാലത്ത് മൊത്തം എന്തിന് നമ്മുടെ അദ്വാനിയും വാജ്പേയിയും പോലും പറഞ്ഞിരുന്നത് ബാൽ താക്കറെ പറയുന്നത് കേൾക്കൂ, ബാൽ താക്കറെയുടെ പിന്നിൽ നിൽക്കൂ എന്നാണ്. പക്ഷേ ഇപ്പോൾ ആ സംഗതി മാറിയിരിക്കുന്നു. ബാൽ താക്കറെയുടെ കാലം കഴിഞ്ഞതോടുകൂടി മക്കൾക്ക്, ഉദ്ധവിനും രാജ് താക്കറെയും ഒന്നിച്ചു നിന്ന് അവരുടെ ജീവൻ മരണ പോരാട്ടം നടത്തിയിട്ട് പോലും BJPയെ മഹാരാഷ്ട്രയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് മറാഠാവാദം ഒരു വർഗീയതയേക്കാൾ വലിയ വർഗീയതയായിട്ട് അവതരിപ്പിച്ചത് ഈ BMC ഇലക്ഷനിലാണ്. അവിടെയും അവരുടെ കാലിടറുന്നു എന്ന് വേണം കാണാൻ. സാറ് പറഞ്ഞതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ നേതാവായി ഫട്നാവിസ് വന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഫട്നാവിസ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ മാത്രമല്ല, ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒരു BJP നേതാവ്. ഇന്ത്യക്ക് നാളെ
ഒരു ഭാവി പ്രധാനമന്ത്രി എന്ന രീതിയിൽ തന്നെ നോക്കാൻ കഴിയുന്ന ഒരു നേതാവായിട്ട് ഫട്നാവിസ് അവിടെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ശിവജിയുടെ പാരമ്പര്യത്തിൽ നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവ്. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്നുള്ളത്. കാരണം ഇത്രയും നാളും ആ പാരമ്പര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് സേനാക്കാരാണ്. ഇപ്പോൾ ആ സേനയുടെ പ്രത്യേകിച്ച് ബാൽ താക്കറെയുടെ ആ ഒരു പാരമ്പര്യം പറയുന്ന ഉദ്ധവ് താക്കറെ സേനയുടെ UBTയുടെ നടുവൊടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കാണുന്നത്. അല്ല, ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ ശിവസേന, ഉദ്ധവിന്റെ ശിവസേനയ്ക്ക് നിലനിൽപ്പ് തന്നെ പ്രശ്നമായി മാറുമല്ലോ. നിലനിൽപ്പ് BMC കിട്ടിയില്ലെങ്കിൽ തന്നെ പ്രശ്നമാണ്. BMC എന്ന് പറയുന്നത് അവരുടെ ട്രഷറിയാണ്. അവരുടെ സംസ്ഥാനം മുഴുവൻ മത്സരിക്കാനുള്ള, മഹാരാഷ്ട്ര മുഴുവൻ മത്സരിക്കാനുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയായി നിൽക്കാനുള്ള ശക്തി കിട്ടുന്നത് ഈ BMC എന്ന ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ ഉള്ളതുകൊണ്ടും അവിടുത്തെ ധനാഗമന മാർഗങ്ങൾ ഉള്ളതുകൊണ്ടും അവിടുത്തെ ധനാട്യന്മാരെ തങ്ങൾക്ക് കൂടെ നിയന്ത്രിക്കാൻ കഴിയുന്നത് കൊണ്ടും അവിടുത്തെ കമ്പനികളെയും വ്യാപാര സ്ഥാപനങ്ങളെയും തങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതും കൊണ്ടൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് പിക്ചർ മാറിയിരിക്കുന്നു. ആ മേഖലയിലേക്ക് BJP കടന്നു കയറിയിരിക്കുന്നു. വീണ്ടും BJPയുടെ ധനം കൂടുമെന്നാണ്. ധനം മാത്രമല്ല, എല്ലാ വിധത്തിലുള്ള ശക്തിയും കൂടുന്നു എന്നുള്ളതാണ്. അതായത് എക്കണോമിക് സിറ്റിയിൽ ഇന്ത്യ ഒരു വേൾഡ് എക്കണോമിക് പവറായിട്ട് മാറുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്കണോമിക് പവർ സെന്ററും കൂടെ BJP പിടിച്ചടക്കുന്നു എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അല്ല, മറ്റൊരു കാര്യം, ഈ പണ്ട് കാലങ്ങളിൽ നാം പരിശോധിക്കുകയാണെങ്കിൽ ഈ സംസ്ഥാനം പിടിക്കും, അതോടൊപ്പം തന്നെ ലോക്സഭയിൽ വിജയിക്കും. ഇപ്പോൾ കുറച്ചു കാലങ്ങളായി നാം പരിശോധിക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കോർപ്പറേഷനിലേക്ക് ചുരുങ്ങുകയാണല്ലോ. അതെന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നു, അതോടൊപ്പം മുംബൈ കോർപ്പറേഷൻ, ഹൈദരാബാദ് കോർപ്പറേഷൻ, അങ്ങനെ ചുരുങ്ങുകയാണല്ലോ അത് BJPയുടെ നരേന്ദ്രമോദി അമിത്ഷായും വന്നതിന് ശേഷമുള്ള പോളിസി എന്ന് പറയുന്നത് ഗ്രാസ് റൂട്ട്. തൃണമൂൽ എന്ന് വേറെ പാർട്ടിക്കാണ് പേരെങ്കിലും ഇവർ തൃണമൂൽ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാസ് റൂട്ടിൽ അവർക്ക് ശക്തമായ വേരുണ്ടാക്കുക. അതുകൊണ്ടാണ് BJP പറഞ്ഞത് തിരുവനന്തപുരം നഗരസഭ പിടിച്ചത് ഞങ്ങൾക്ക് നാളെ കേരളം പിടിക്കാനുള്ള ഒരു ശക്തിയാണ്. കാരണം അതാണ് വർക്ക്. താഴെത്തട്ടിൽ നിങ്ങൾക്ക് എങ്ങനെ നിൽക്കാൻ കഴിയുന്നു എങ്കിലേ മുകളിലോട്ട് വരാൻ കഴിയുള്ളൂ. കോൺഗ്രസിന് പലപ്പോഴും പറ്റുന്ന കുഴപ്പം താഴെത്തട്ടിൽ ആളില്ല, താഴെത്തട്ടിൽ പ്രവർത്തനമില്ല, താഴെത്തട്ടിൽ ഘടകങ്ങളില്ല. അല്ല, സാറ് പറഞ്ഞു വരുന്നത് ഈ ജനങ്ങളുടെ മനസ്സിൽ ഇത്തരം അജണ്ടകൾ സെറ്റ് ചെയ്യുന്ന BJP ആണല്ലേ? ഈ കോർപ്പറേഷനിൽ ഞങ്ങൾ പിടിക്കും, അതെ, ആ രീതിയിൽ കോർപ്പറേഷനിൽ ഞങ്ങൾ പിടിക്കും. വെറും നിസ്സാര കാര്യം. നിങ്ങൾ ഈ ഷാൾ ഇടുന്നത് വേണമെങ്കിൽ നോക്കൂ. ഈ ഷാള് പോലും കാവി ഷാളും താമരയുമായിട്ട് കൊണ്ടുവന്ന ആരാണ്? BJP ആണ് അല്ലേ? ഇന്ന് കോൺഗ്രസ് ത്രിവർണ്ണ ഷാൾ ഇടാൻ തുടങ്ങി. ഒരിക്കലും ഇതൊന്നും പതാക ഒരിക്കലും ദേഹത്ത് ധരിക്കാത്ത, മരണത്തിനല്ലാതെ ദേഹത്ത് ഭരിക്കാത്ത CPMകാരും ഇപ്പം ചുവപ്പ് ഷാള് ഇട്ടാണ് നഗരസഭയിലുമൊക്കെ. അതായത് ഏത് ട്രെൻഡും അവരൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്ത് ആ ട്രെൻഡിനൊപ്പം പോകാനാണ് പലരും ശ്രമിക്കുന്നത്. എന്തിനിപ്പോൾ ഇവിടെ BMCയിൽ പോലും ഇലക്ഷനിൽ BJPയുടെ തന്ത്രം തന്നെയാണ് BMCയും അതുപോലെ ഉദ്ധവ് താക്കറെയും ഫൈറ്റ് ചെയ്തെന്നുള്ളതാണ്, UBTയും ഫൈറ്റ് ചെയ്തെന്നുള്ളതാണ്. കാരണം താഴെത്തട്ടിൽ ഒരു വികാരം ഉണർത്തിക്കൊണ്ട്, അത് പ്രാദേശിക വികാരം തന്നെ, മറാഠൻസിൻ്റെ വികാരം, അതിന് നോർത്ത് ഇന്ത്യൻസിനെ എതിർക്കുക, സൗത്ത് ഇന്ത്യൻസിനെ എതിർക്കുക, എന്നിട്ട് ആ മറാഠ വികാരം പൂർണ്ണമായും കൊണ്ടുവന്ന് ആ BMCയെ കീഴടക്കാമെന്നുള്ളൊരു രീതിയാണ് അവർ കൊണ്ടുവന്നത്. ആ തരത്തിൽ ഗ്രാസ് റൂട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെയും പറ്റിയില്ല. ആ ഗ്രാസ് റൂട്ടും BJP പിടിച്ചെടുത്തു, ഷിൻഡെയുടെയും കൂടെ സഹായത്തോടു കൂടി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ പൂനെയിൽ വലിയൊരു പ്രത്യേകത, പൂനെയിൽ NCP, പവാറിൻ്റെ NCPയും അജിത് പവാറിൻ്റെ NCPയും കൂടെ ഒന്നിച്ച് നിന്ന് ഫൈറ്റ് ചെയ്തിട്ടും വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അവിടെയും BJP വലിയ തോതിൽ സ്കോർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ പാർട്ടികളുടെ, പ്രാദേശിക പാർട്ടികളുടെയൊക്കെ കാലം അവസാനിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ UBT ഷിൻഡെ സേനാ വിഭാഗത്തിന് വന്നിരിക്കുന്നത്. ഇത് BJPയുടെ കൂടെ നിൽക്കാത്ത ഒരു പ്രാദേശിക പാർട്ടിക്ക് നിലനിൽപ്പില്ല എന്നൊരു സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടുപേർ തലയുയർത്തി നിൽക്കുന്നത്, ഒന്ന് മമതാ ബാനർജിയും ഒന്ന് DMKയുടെ സ്റ്റാലിനുമാണ്. അവരുടെ കാലം എപ്പോൾ അവസാനിച്ചു നോക്കിയാൽ മതി. പിന്നെ കാശ്മീരിൽ പ്രത്യേക സാഹചര്യമാണ്, അത് പെട്ടെന്നൊന്നും അവസാനിക്കില്ല. അത് നമുക്ക് കുറച്ച് നാളും കൂടെ നീണ്ടുപോയേക്കാം. പക്ഷേ ഈ രണ്ടുപേരുടെയും ആണ് ഇനി അവർ നോട്ടമിട്ട് വെച്ചിരിക്കുന്നത്. അതെപ്പോൾ എന്ന് നോക്കിയാൽ മതി. എന്തായാലും മഹാരാഷ്ട്രയിൽ ഒരു പുത്തൻ താമര ശക്തി ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.